നിന്നോടൊന്നും പറഞ്ഞില്ലേ ഞാൻ ജോലി റിസൈൻ ചെയ്തു. എന്തായാലും എനിക്ക് ആ ജോലി വല്ലാതെ ബോറടിച്ചു. ഐ ആം എ ഹോം ഷെഫ് നൗ. ഇതിനെ പറ്റി സംസാരിക്കണം. ഹലോ, അതെ സർ. സർ ഓഫീസിൽ എത്തുന്നതിന് മുന്നേ അത് തീർത്തേക്കാം. കൈ വയറിലോട്ട് വെച്ചോളൂ. വയറില് 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 ആ കയ്യ വയറില് വെച്ചോളൂ. ഹലോ ഹലോ ഹലോ, നിന്റെ പേരിലല്ല ഇവളുടെ പേരിൽ വെക്കാൻ അയാൾ പറഞ്ഞത്. റെഡി, സ്മൈൽ. डोळे निळे वळवळ शेपूट इवलेसे कान हे पेस्टे जग आहे बहार या न्याऱ्या जगी शोधतो आम्ही गोंडस क्यूटसे पेटकुंवार ऐका देऊनी नीट कान ऐशी आमची गोष्ट छान मांडतो आम्ही पेट 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 पुराण मांडतो आम्ही पेट 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 पुराण. ഓക്കെ, ഇനി അടുത്ത പോസ്. താഴെ മുട്ടുകുത്തിയിരിക്കെ ചെവി എന്റെ വയറിലേക്ക് ചേർത്ത് വെക്ക്. ആ വയ്ക്ക്. സ്മൈൽ. അത് അടുത്ത ചേട്ടാ, പോസ്. അതെ ചേട്ടാ, എനിക്കൂടെ പറ്റിയ പോസ് പറയുന്നേ. ഞാനിവിടെ കഴുത്തി പിടിച്ച് നിൽക്കട്ടെ, ഇങ്ങനെ. അത് ഈ ചടങ്ങിനുള്ള പോസ് അല്ല. ഓ അങ്ങനെയാണോ? പിന്നെ എന്തിനുള്ളതാ ഈ പോസ്? ബാച്ചിലർ പാർട്ടിക്കുള്ളതാ. ഇവരിപ്പോഴും ബാച്ചിലർ തന്നെയാ. നിനക്ക് മുന്നേ കല്യാണം കഴിച്ചവരാ ഞങ്ങള്, കേട്ടോ? അങ്ങനെ നോക്കി ഞങ്ങളാ സീനിയർ. സീനിയർ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ചേച്ചി. കല്യാണം കഴിക്കുന്നത് എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കാതിരുന്നൂടെ? ഞാനല്ലല്ലോ തുടങ്ങിയത്. പിന്നെ ഞാനാണോ തുടങ്ങിയത്? മതി മതി, ഒന്ന് നിർത്തുന്നുണ്ടോ? ആളുകൾ ഇരിക്കുന്ന കണ്ടില്ലേ? അഞ്ജു പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. നീ ഒരു കുഞ്ഞുണ്ടാവുന്നതിനെ പറ്റി ആലോചിക്കും. രണ്ടുപേരും വിരൽ ഇങ്ങോട്ട് കാണിച്ച് പോയിന്റ് ഔട്ട് ചെയ്യേ. അമ്മ സംസാരിക്കുന്നത് കുറച്ച് ആലോചിച്ച് സംസാരിക്കണം. ഇങ്ങോട്ട് നോക്ക്. ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള പ്രസവം മെഡിക്കലി അത്ര സേഫ് അല്ല, അറിയാലോ. ദേ നോക്ക്, നിന്റെ അമ്മായിയമ്മയായി ഇപ്പൊ വിളിക്കുന്നത്. അവരോട് പറഞ്ഞത് നിനക്ക് കുറച്ച് നല്ല ബുദ്ധി പറഞ്ഞുതരാൻ പറയാം. കോക്കണ ചേച്ചി കറക്റ്റ് സമയത്ത് തന്നെയാ ചേച്ചി വിളിച്ചത്. അയ്യോ, വീഡിയോ കോളാണോ ഞാൻ വിളിച്ചത്? കട്ട് ചെയ്തിട്ട് ഇപ്പൊ വിളിക്കാമേ. ഒരു മിനിറ്റ്. എന്തിനാ കട്ട് ചെയ്യുന്നത്? എന്തായാലും വിളിച്ചില്ലേ, സംസാരിക്കേ. അതെയോ, എന്നാ സംസാരിക്കാം. എന്താ ഇന്ന് വരാതിരുന്നത്? അതെനിക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ ഒരു അകന്ന ബന്ധുവിന് കുഞ്ഞ് ജനിച്ചു, അവിടെ പോണം. സ്വന്തം പേരക്കുട്ടി ജനിക്കുമ്പോ വരാതിരിക്കുവോ? അതെ അതെ, ഞാനായിരിക്കും ആദ്യം എത്തുന്നത്. എന്നാ ആദ്യം ഇവർ രണ്ടുപേരോടും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു ഒരു 10,000 വട്ടമെങ്കിലും പറഞ്ഞു കാണും. അതും ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. ഈ അതിഥി ഉണ്ടല്ലോ, അവളോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ അവൾ എന്നോട് ദേഷ്യപ്പെടും. അവൾ എന്റെ അടുത്ത് ചൂടാവും, പക്ഷെ നിങ്ങളോട് ചൂടാവില്ലല്ലോ. അതാ ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞത്. അമ്മായിമ്മ ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. ആര് പറഞ്ഞാലും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യൂ. നമ്മള് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉഗ്രനായിട്ടുണ്ട്. പഞ്ചസാര നന്നായി പിടിച്ചിട്ടുമുണ്ട്. കറക്റ്റ് മധുരം, എന്നാൽ മൈദയില്ല. പെർഫെക്റ്റ് ഷേപ്പ് ആൻഡ് ഫ്ലഫി. അവൾ എത്ര സന്തോഷവതിയല്ലേ.
കുഞ്ഞുണ്ടായ ചടങ്ങിന് പിന്നെ അവളല്ലാതെ വേറെ ആര് സന്തോഷിക്കാനാ? നിനക്കിങ്ങനെ ഒരു ചടങ്ങ് വന്നാൽ അവളാണ് സന്തോഷിക്കേണ്ടത്. ഡേയ് നിങ്ങള് ചടങ്ങുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയോ? നല്ല കാര്യം തന്നെ. സഹോദരി സഹോദരി ഇവിടുത്തെ ചടങ്ങുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുക. താങ്ക്സ്. അതാ വരുന്നു. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലേ അവനിപ്പോ ഓടിച്ചാടി നടക്കേണ്ട പ്രായമായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ? എന്താ 3 പറയുന്നത്? 2015 ദീപാവലി. ശരിക്കും പറഞ്ഞാൽ 4 വർഷമായി. അത് ശരിയാ. പിന്നെ ശരിയല്ലേ ശ്യാമേ? ശ്യാമ, നമ്മുടെ അഞ്ജു ആമയും മുയലും കഥയിലെ ആമയെ പോലെ വന്ന് നിൽക്കുന്നത് കണ്ടോ? ഇവൾ ആദ്യം തുടങ്ങിയെങ്കിലും ആദ്യം ഗർഭിണിയായത് അവളാ. മൂത്തവൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്ന് വെച്ചിട്ട് ഇളയവളും അങ്ങനെ എന്താ ശരിയാവോ? അമ്മയാകുന്നതിന് മുൻപ് ചിറ്റയാകാനാ ഞാൻ ആഗ്രഹിച്ചത്. അവർക്കതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ശ്രീകാന്തേ, പോയിട്ട് ജ്യൂസ് കൊണ്ടുവാടാ. അവക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞില്ലേ? ഓ, ഇപ്പൊ കൊണ്ടുവരാം. എനിക്ക് റെസ്പോൺസിബിൾ ആവുന്ന ഇഷ്ടമല്ലെന്നാണോ? ദിവസവും നിന്നെ ഡ്രസ് ഇടിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കുന്ന ഞാനായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? അതോ, നീ എപ്പോഴും ഉത്തരവാദിത്തമുള്ള പെണ്ണായിരുന്നു. അതുകൊണ്ട് നിന്നിൽ നിന്നും ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. അത് മാമ, നമ്മുടെ ജനസംഖ്യ പെരുപ്പത്തെ കുറിച്ചൊന്ന് ആലോചിക്കേ. ഇതെന്താ വല്ല മത്സരമാണോ? ഉള്ളതിന്റെ കൂടെ വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്യാൻ? നമ്മുടെ രാജ്യമല്ലേ നമുക്ക് ഏറ്റവും വലുത്. ദേശസ്നേഹം കൂടി പോയതാ. അതിൽ പറഞ്ഞതിൽ എന്താ തെറ്റ്? കാർബൺ ഫുട് പ്രിന്റിനൊക്കെ നമ്മൾ എന്തിനു കോൺട്രിബ്യൂട്ട് ചെയ്യണം? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അമ്മ, അത് ഞങ്ങൾക്കും ചോയ്സ് എടുക്കാനുള്ള അവകാശമില്ലേ? എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഞങ്ങൾ ചൂസ് ചെയ്തോളാം. എന്തിനാ നിർബന്ധിക്കുന്നേ? നീ ആരെ കല്യാണം കഴിക്കണമെന്ന് നീ സ്വയം തീരുമാനിച്ചതല്ലേ? അതിന് മേലെ നീ എന്ത് വേണം? എന്താ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തത് അങ്കിളിന് എന്തെങ്കിലും ഓക്വേർഡായി തോന്നുന്നുണ്ടോ? അതിഥി, നീ വെറുതെ വിഷയം മാറ്റരുത്. അതുല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാ. അതിലും അങ്ങനെയല്ലേ? അത് വളരെ ശരിയാണ് മാമ. മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്താ? അല്ല, അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നല്ല ഗൈനക്കോളജിസ്റ്റാ. അഞ്ജുവിന്റെ ഡോക്ടർ നല്ലതാ. ആ, അത് കൊള്ളാം. ചേച്ചി, എവിടേക്കെങ്കിലും ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യ്. ഇറ്റ് ഹെൽപ്സ്. രണ്ടുപേരും ബാലിയിലേക്ക് വിട്ടോ. ഞങ്ങള് തിരുപ്പതിക്കാ പോയത്. ഞങ്ങളുടെ സെക്സ് ലൈഫിൽ ഞങ്ങൾ സംതൃപ്തരാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലും എക്സൈറ്റിംഗും ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് ഇവിടെ വരുന്നതിന് മുൻപ് ഞങ്ങൾ ഇത്രയും വിശദമായി പറയേണ്ട കാര്യമൊന്നുമില്ല. അമ്മ അവളോട് മാവ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ മുഴുവനും റോട്ടി കളഞ്ഞിട്ട് വെറും കൈയോടെയാ വീട്ടിൽ വരുന്നത്. ഒരു തവണ പപ്പടം ഉണക്കാൻ ടെറസിൽ വെച്ചിരുന്നപ്പോ മുഴുവനും ചവിട്ടി നാശമാക്കി. അതൊക്കെ പോട്ടെ, വിട്. ഞാൻ സംസാരിച്ചപ്പോ നീ എനിക്ക് വേണ്ടി ഒരു വാക്കുപോലും സംസാരിച്ചില്ലല്ലോ. ഞാൻ സംസാരിച്ചല്ലോ. ഈ ജനസംഖ്യ പെരുപ്പത്തെ കുറിച്ചൊക്കെ ഞാൻ വിശദമായി സംസാരിച്ചു. അതൊന്നും ആരോട് സീരിയസ് ആയിട്ട് എടുത്തില്ല. എനിക്ക് അമ്മയാവാൻ കഴിയില്ലെന്ന്. ഞാൻ എങ്ങനെയാ അമ്മയാവാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. കൂൾ ബേബി കൂൾ. ഇതിനൊക്കെ നീ റിവെഞ്ച് എടുക്കാൻ പോവാണോ? സമാധാനായിട്ടിരിക്കുക. നമുക്കൊരു 2 ചിൽഡ് ബിയർ അടിക്കാം. അപ്പോഴേക്കും ഒന്ന് കൂളാവും. ആ, പറയൂ പരാഗ്. എന്തോന്ന്? ആ, ശരി ശരി, ഓക്കെ, ഞാനിപ്പോ എത്താം. എന്തു പറ്റി? ഗോദാക്കെ കാണുന്നില്ലെന്ന്. എന്റെ ദൈവമേ. ദേ, ആ കാർ കണ്ടോ? അതിന്റെ താഴെ നോക്കണം. പേര് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. ആ, ചെല് ഇവിടെ നോക്ക്. ഈ സൗണ്ട് കേട്ട അവൾ അപ്പൊ വരും. ആ, പോ. അവൾ അവിടെ വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ല, അവിടെ ഇല്ല. അങ്കിളെ, അവൾ എവിടെയുമില്ല. നിങ്ങൾ ടാങ്കിന്റെ ബാക്കിൽ നോക്കിയോ? ഉറപ്പാണോ? ശരി, ബാക്കി നോക്ക്. എന്തോ നട പരാഗ്, ഇവിടെയുള്ള എല്ലാ പിള്ളേരും നീ വിളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് മുഴുവൻ ഞാൻ അവളെ തിരക്കി നടത്തണ, കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എടാ പൂജ, എവിടെ പോവാനാ? നീ പേടിക്കാതിരിക്കെ. അതിന് പാലുടിക്കാൻ സമയം അത് തനിയെ ഇങ്ങ് പോന്നോളൂ. നിനക്കറിയാം, ഇവര് ഭയങ്കര സെൽഫിഷാ. ഹൗ ഇൻസെൻസിറ്റീവ്. അതിനെ പൂച്ചയെന്ന് വിളിക്കുന്നത് അവന് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ എന്തിനാ വീണ്ടും വിളിക്കുന്നേ? ഈ മൃഗസ്നേഹികള് അല്ലെങ്കിലും ഭയങ്കര ഓവറാ. പരാഗേ, നിക്കേ. അവിടെ നോക്കിയോ നീ?
ഗോദു ഗോദാക്ക ഗോദാ ഗോദാക്ക പരാഗ് എന്താ ഇവിടെയുണ്ട്. ആര്? ഗോദാക്ക ഇവിടെയുണ്ട്. എങ്കി അവളെ വേഗം പിടിക്ക്. ഞാനോ? ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവളെ ഓടും, വേഗം പിടിക്ക്. കടിക്കത്തില്ലല്ലോ. പിന്നെയൊക്കെ ഇവിടെ നിൽക്കുക. ഗോദാക്ക അവളെ നേരെ പിടിക്ക്. അതെങ്ങനെ പിടിക്കണ്ടേ? കുഞ്ഞിനെ പിടിക്കും പോലെ പിടിക്കണം. എങ്ങനെ? ഗോദു, എവിടെ പോയിടി നീ? നിന്നെ കാണാതെ അച്ഛൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ നിനക്ക്? ആന്റിയോട് താങ്ക് യു പറയേ. ആന്റിയോ? അയ്യേ. നൈസ്. ഫ്രാഗ്രന്റ് കാൻഡിൽസ്, പിന്നെ വൈൻ ടേസ്റ്റ് ആണ് സ്കോച്ച് ടേസ്റ്റ് ആണ് വരുന്നത് ഷെഫ്? ഫ്രൂട്ടി നോട്ട്സ് വിത്ത് ഹിൻസ് ഓഫ്. ഒരു മിനിറ്റ്. വേണ്ട പോവാതെ. പ്രൊട്ടക്ഷൻ വേണ്ട. അതൊന്നും ഇപ്പൊ വേണ്ട. വട്ടുണ്ടോ നിനക്ക്? പ്രഗ്നന്റ് ആവണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ? ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടി പ്രഗ്നന്റ് ആയ പ്രശ്നമില്ലെന്നോ? എന്ന് വെച്ചാൽ നീ കാര്യമായിട്ടാണോ പറഞ്ഞേ? നീ എന്റെ എല്ലാ മൂടും കളഞ്ഞു അല്ലേ? ഏയ് അല്ലല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് പ്രഗ്നന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ആക്ച്വലി പ്രൊട്ടക്ഷൻ കുറയ്ക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തു പറയുന്നു? അല്ല, ഈ കുറച്ച് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഒരു 70%? ഐ വാസ് തിങ്കിങ് മോർ ലൈക്ക് 60-40. അതായത് ഇപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ടാവാനുള്ള പ്രോബബിലിറ്റി 60 ആണെന്ന് വിചാരിക്കും. വെറുതെ മനസ്സിലൊന്ന് വിചാരിക്കും. ഇനി നിനക്കത് കുറവായിട്ടാണ് തോന്നുന്നെങ്കിൽ നമുക്ക് രണ്ടുപേരുടെയും പ്രോബബിലിറ്റീസിന്റെ ആവറേജ് എടുക്കാം. അതായത് ഒരു 65-35? അത് മതിയാവുമല്ലേ? എടി മന്ദബുദ്ധി, പ്രഗ്നന്റ് ആവുന്നതിന് 65% 35% എന്നൊന്നും ഇല്ല. അതൊരു കുഞ്ഞായിട്ടായിരിക്കും വരുന്നത്. നിന്റെ ഫിനാൻഷ്യൽ ഫോർമുല ഒന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. യു ആർ കൺഫ്യൂസ്ഡ് ബിഗ് ടൈം. ഐ നോ. എവിടുന്നാണ് നിനക്ക് ഈ ഐഡിയ കിട്ടുന്നത്? നമ്മൾ രണ്ടുപേരും ഈ കാര്യത്തിൽ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേന്ന്? അതെ, ക്ലിയറാ. പക്ഷെ നമ്മളെ കുറിച്ചുള്ള സംസാരങ്ങൾ നീ കേൾക്കുന്നില്ലേ? എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പറയ്, നമ്മളിങ്ങനെ ചെയ്യുന്ന തെറ്റാണോ? ഇങ്ങോട്ട് നോക്ക്. അഞ്ജലിക്കെല്ലാം ആദ്യമേ വ്യക്തമായിരുന്നു. പഠിത്തം, കല്യാണം, കുഞ്ഞ്. അമ്മയാവുക എന്നതായിരുന്നു അവളുടെ ടോപ്പ് പ്രയോറിറ്റി. നിനക്കങ്ങനെയായിരുന്നോ? അല്ല. പിന്നെന്താ? പക്ഷെ നിനക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമല്ലേ? കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നതും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ് മോളെ. ഉദാഹരണത്തിന് നിനക്ക് തോട്ടം ഇഷ്ടമാണെന്ന് കരുതി ഫ്ലാറ്റിനകത്ത് തോട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ നീ ശരിക്കുന്നേ? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അവർ പതിയെ പതിയെ വളരും. അതും ചുമ്മാതെ ഒന്നും അവർ വളരത്തില്ല. അച്ഛനമ്മമാർക്ക് മാക്സിമം ബുദ്ധിമുട്ട് കൊടുത്തോണ്ടേ അവർ വളരത്തുള്ളൂ. അവർ വളർന്നു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഉത്തരമേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബുദ്ധിശാലികളാണെന്ന് പുറത്ത് കാണിക്കും. നമുക്ക് മാത്രമേ എല്ലാം അറിയൂന്ന് കരുതി നമ്മുടെ രീതിക്ക് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് വേണ്ട. ഏയ്, നിന്റെ അച്ഛനോടുള്ള റിലേഷൻ എന്തിനാ ഇവിടെ വലിച്ചിടുന്നത്? മേ ബി നമ്മൾ രണ്ടുപേരും ബെറ്റർ പാരന്റ്സ് ആയിരിക്കാം. യു നെവർ നോ. ഒരു മിനിറ്റ്, ഇതിപ്പോ എന്താ? പാരന്റിംഗ് ടെസ്റ്റ് ഡൺ. സബ്മിറ്റ് ചെയ്യട്ടെ? ആ ചെയ്യ്. യെസ് 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 യെസ്. 500 രൂപ ഗൂഗിൾ പേ ചെയ്യ് ഇപ്പൊ തന്നെ. ചെയ്യാം, ഗൂഗിൾ പേ. ഇല്ല, റാൻഡം വെബ്സൈറ്റിലെ റാൻഡം ടെസ്റ്റ് വെച്ചൊന്നും നമ്മുടെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. വേറെ എന്ത് ചെയ്യാന്നാ? ഗ്രൗണ്ട് റിസർച്ച്. പറയടാ, തുടങ്ങ്. അതെന്താ? അത് സാരമില്ല, അവനിഷ്ടമല്ലെങ്കിൽ എന്തിനാ നിർബന്ധിക്കുന്നേ? അവൻ വളരെ മനോഹരമായിട്ട് പറയുമായിരുന്നത്. എടാ നീ പറയുന്നുണ്ടോ ഇല്ലയോ? എങ്കിൽ വിനായകന്റെ ശ്ലോകം വേണ്ട, രാമന്റെ ശ്ലോകം പറയും. പെട്ടെന്ന് പറയൂ. എന്തിനാണ് ഈ കഥയ്ക്ക് ആവശ്യമില്ലാതെ അവന് പറഞ്ഞു കൊടുത്തേ? നിനക്കറിയോ ഇതൊക്കെ കാണാതെ? കഴിഞ്ഞ മാസം അമ്മ വന്നിരുന്നു, അമ്മയെ പറഞ്ഞു കൊടുത്തേ. എടാ നീ മിണ്ടാ നിൽക്കാതെ പറയേ. അൻവേ, അത് വിട്ടേക്കാം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? അത് പറയും. ഇവൻ വളരെ എനർജറ്റിക് ആണല്ലോ ഋഷികേഷ്. ഞാൻ എന്ത് ചെയ്യാനാടാ? ഒരു സ്ഥലത്ത് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. ചെറുതായിട്ടൊന്ന് ടയർഡ് ആവുക പോലും ഇല്ല. അൻവേ, എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് ഡാൻസ് ചെയ്യരുതെന്ന്? ആരാ നിന്നോട് ഡാൻസ് ചെയ്യാൻ പറഞ്ഞേ? അവനാ പ്ലേ ചെയ്യാൻ പറഞ്ഞ, അതുകൊണ്ട് കേട്ടത്. ഇല്ല, ഇതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല. പക്ഷെ ഇങ്ങർക്കിത് മനസ്സിലാവണ്ടേ? ഒരച്ഛനാണെന്നുള്ള ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾക്ക്? എന്താ ഋഷി, ഇന്ന് നിങ്ങളുടെ മോനെ നിങ്ങൾ തന്നെ നോക്കിക്കോ. കാരണം എന്റെ ഫ്രണ്ട് കുറെ നാളുകൾക്ക് ശേഷം വന്നതാ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ അകത്തേക്ക് വാ. വരാം. ഇവ ഉള്ളത് കൊണ്ട് ദിവസം മുഴുവൻ സമയം പോകുന്ന അറിയില്ലല്ലേ? എനിക്ക് ജീവിതമേ മടുത്തുപോയി. എന്തായി പറയുന്നേ? കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ? മുംബൈയിൽ ഒരു കുഞ്ഞിനെ വളർത്തുന്ന വെച്ചാൽ ചെറിയ കാര്യമല്ലടാ. ശമ്പളം വരുന്നതും അറിയില്ല, പോകുന്നതും അറിയില്ല. എടാ, നീയല്ലേ എനിക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നീ എന്താ ഇപ്പൊ ഇങ്ങനെ? എടാ, എന്റെ കണക്കനുസരിച്ച് 2030 ഞാൻ 60 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. 60 ലക്ഷം? ആ, അപ്പോഴാ അൻവേ ജനിച്ചത്. അഥവാ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയാലും എന്റെ കയ്യിൽ അത്യാവശ്യം സേവിങ്സ് ഉണ്ട്. അതൊക്കെ എപ്പോഴും സെക്കൻഡറി മാത്രമാണ്. കാശ് നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാൻ പ്രശ്നമേ അല്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അൻവെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ജോലി കളഞ്ഞ് 24 മണിക്കൂറും വീട്ടിൽ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? പക്ഷെ നീ എന്തിനാ ജോലി ക്വിറ്റ് ചെയ്ത്? ഋഷികേഷിനത് ചെയ്യാറുന്നല്ലോ. പക്ഷെ കുഞ്ഞിനെ നോക്കേണ്ട നമ്മൾ അമ്മമാരല്ലേ? എല്ലാ പ്ലാനും വെള്ളത്തിലായി, എല്ലാം വേസ്റ്റ്. എന്താടാ മൊബൈൽ? നിനക്ക് ഇപ്പൊ ഫോൺ എന്തിനാ? അമ്മയുടെ അടുത്ത് പോ, ചെല്ല്. നീ ചെല്ല്, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. ചെല്ല്. ചെല്ല്. ഇവന്റെ ഡൈപ്പേഴ്സിന് തന്നെ എത്ര പൈസ ചെലവായെന്ന് അറിയോ നിനക്ക്? ലഡാക്കിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തിരുന്നെന്ന് അറിയാമോ? അൻവേ ജനിച്ചതോടുകൂടി എല്ലാം പോയി. മൊബൈൽ? അമ്മ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ നീ? പോ, നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോ. എന്തുവാ കുറെ നേരമല്ലോ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോകുന്നൊക്കെ. അൻവൈ, വാ, എന്റെ കൂടെ വാ. എടാ, അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ 5 മിനിറ്റ് ഒന്നും ഇവരെ നോക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എന്തിനാ അകത്തേക്ക് പറഞ്ഞു വിട്ടത്? എനിക്ക് എന്റെ ഫ്രണ്ടിനോട് കുറച്ചു നേരം സംസാരിക്കണ്ടേ? നിങ്ങൾ രണ്ടുപേരും ദിവസം കാണുന്നത് സംസാരിക്കുന്നതല്ലേ? കണ്ടില്ലേ വെറുതെ ഓരോ ന്യായം പറയുന്നത്? വെറുതെ പറയുന്നു. ഞാൻ ഇവന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ളതാ? എടാ, ഞാൻ നിന്നെ ഐസ്ക്രീം കഴിക്കാനായിട്ട് കൊണ്ടുപോയില്ലേ? മഴക്കാലത്താണോ ഐസ്ക്രീം? അത് കാരണം മോന് പനി പോലും വന്നത് എനിക്കറിയോ. എന്നിട്ട് ഞാനാ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. നിങ്ങൾ അന്ന് ജോലിക്കല്ലേ പോയത്? അതെനിക്ക് ലീവ് കിട്ടാത്തോണ്ടല്ലേ. ഞാൻ ജോലി കളഞ്ഞിട്ട് 24 മണിക്കൂർ വീട്ടിൽ ഇരിക്കട്ടെ? കല്യാണം ആയതോടുകൂടി എന്റെ കരിയർ മൊത്തം പോയതാ. ഇവളകത്ത് വെച്ച് എന്നോട് എന്താ പറഞ്ഞെന്ന് അറിയാമോ? ഋഷിയോട് ജോലി രാജിവെക്കാൻ പറയാത്ത എന്താന്ന്? ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറയണ്ട. ജോലി കളയാത്ത എന്താന്ന് ഞാൻ നിങ്ങൾ പറയാം. പറയും, ഞാൻ കേൾക്കട്ടെ. നീ ആദ്യം മിണ്ടായിരിക്ക്. ഞാൻ പറയാൻ തുടങ്ങിയില്ലേ? കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഞാനാണ് ജോലി രാജിവെച്ചിരിക്കുന്നത്.
65-35 ഫോർമുല നമ്മൾ യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ട് നന്നായി. ആ പറയ പരാഗ്. ഒരു ചെറിയ പ്രശ്നമുണ്ടടാ. എന്താടാ ഗോദാക്കെ വീണ്ടും കാണാതായോ? ഗോദ പ്രഗ്നന്റ് ആയി. എന്താ? അതെ അളിയ. ഒരു മിനിറ്റ്. ഗോദ ഗോദ ഇവള് എവിടെ എപ്പോ എങ്ങനെ പ്രഗ്നന്റ് ആയെന്ന് എനിക്ക് അറിയില്ലടാ. ഇവള് ഇത്രയും വളർന്നു എന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ കയ്യിൽ കിട്ടിയപ്പോ കുഞ്ഞായിട്ടിരുന്ന ഇവള് വളർന്ന് മെച്യൂറായി തടിച്ച് കൊഴിച്ചിരിക്കുന്ന കണ്ടില്ലേ? എനിക്ക് ചിന്തിക്കാൻ എന്തോന്നാടാ പോലും. പരാഗേ? ഗർഭിണിയായ പെൺമക്കളുള്ള അച്ഛൻ പോലും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കില്ല. നീ എന്താടാ ഇങ്ങനെ? അതിഥി നീ തന്നെ ഒന്ന് പറ. ഗോദാക്ക എനിക്കൊരു പെറ്റല്ല, എന്റെ മകളെ പോലെയാ. ഐ നോ അവൻ പറയുന്നതെന്ന് കാര്യാക്കണ്ട. അതെ അതെ ശരിയാ. അന്നൊരിക്കലും ഇതിനെ കാണാതായില്ലേ, അന്നായിരിക്കും ഇത് ഈ പണി ഒപ്പിച്ചത്. പരാഗ്, പ്രഗ്നന്റ് ആയ ഇവളെ നീ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. അതെ അതൊക്കെ ഞാൻ നന്നായി നോക്കിക്കോളും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? ജാതി പ്രശ്നം കാരണമാണോ? എന്താടാ നീ? ഇന്ന് രാത്രിയുടെ ഫ്ലൈറ്റിൽ എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം. ബാംഗ്ലൂരോ? ഇത്ര പെട്ടെന്നോ? അവിടെ നിന്ന് എൻ്റെ ബോസ് എന്നെ വിളിച്ചിരുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അത്രേ. അങ്ങനെയാണോ? ഇനി സത്യം പറ. രേവയാണ് വിളിച്ചിരുന്നത്. അത് പരസ്പരം സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തണം അത്ര. എനിക്ക് പോയേ പറ്റൂ. ഡോണ്ട് ജഡ്ജ് മീ. എനിക്ക് നിന്റെ ഉപദേശം വേണ്ട. ഗോദാക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ ഇല്ലയോ? ജസ്റ്റ് ഫോർ 2 days, 2 ദിവസം. ഈ അവസ്ഥയിൽ ഞാൻ അവളെ എങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനാ? ഡോൺ വെറി, നീ പോക്കോ, ഞാൻ നോക്കിക്കോളാം. ഒരു മിനിറ്റ്, നമ്മളെപ്പോഴാ ഡിസൈഡ് ചെയ്ത? ഇപ്പൊ തന്നെ. ഗോദു, ഞാൻ രേവയെ കൺവിൻസ് ചെയ്യും. അവൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യും. നീ നല്ല കുട്ടിയായിട്ടിരിക്കണം. മാന്തികൊന്നും ചെയ്യരുത്. പേടിക്കണ്ട. നന്നായി നോക്കണേ. അതുൽ, നീ ഗോദയുടെ ആ ബാഗ് ഇങ്ങെടുക്ക്. ഏയ് അതെന്റെ ബാഗാ. ഇതാ ഗോദക്കയുടെ ബാഗ്. ഏയ് ദൂരെ പോ. ഏയ് പോവാനല്ലേ പറഞ്ഞേ? ഒന്ന് പോവാനല്ലേ പറഞ്ഞേ? എന്റെ ദൈവമേ. ദാ ഫെച്ച് ഫെച്ച് ഫെച്ച്. എന്താ ഇത്? കണ്ടില്ലേ, അതെന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഒരു കാര്യമില്ലാതെ. സത്യം ഒറ്റ ഇടി വെച്ചെന്നുണ്ടോ? എക്സാക്ട് 5 o'clock അവളെ ഫീഡ് ചെയ്യണമെന്ന് പരാഗ് പറഞ്ഞിട്ടല്ലേ പോയത്? എന്ന് വെച്ചാൽ എന്നെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടോ ഇവൾക്ക്? നോക്ക് നോക്ക്, ആരാ വിളിക്കുന്നേ നോക്ക്. ഗോദയുടെ അച്ഛൻ തന്നെ. എടുക്ക്. ആ പരാഗേ, ആ പറ, നീ അങ്ങ് ബാംഗ്ലൂരിൽ എത്തിയാ? കാര്യങ്ങളെല്ലാം ക്ലിയർ ആയോ? ആ കൊടുത്തടാ, ഷാർപ്പ് 5 മണിക്കനെ കൊടുത്തു. എടാ നിന്നോടല്ലേ പറഞ്ഞ 5 മണിക്കനെ കൊടുത്തു എന്ന്? എന്താ നീ പറഞ്ഞേ? ഇടാ പരാഗെ, നിനക്കെന്നെ ഒരു അല്പം പോലും വിശ്വാസമില്ലേ? എനിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിന്നോട് പിണങ്ങും, പറഞ്ഞേക്കാം. അത് പറഞ്ഞിട്ട് നിന്റെ മോളെന്നെ മാന്തിക്കൊണ്ടിരിക്കുക. ഹലോ, അവൻ കട്ട് ചെയ്തു. പൂച്ചയെക്കുറിച്ച് എല്ലാം ചോദിച്ചു, പക്ഷെ നമ്മളെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഒന്ന് സുഖാണെന്ന് പോലും. ഗോദ, കഴിക്ക് കഴിക്ക്. ഗോദ, നോക്കിയാ ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന്. ഇങ്ങോട്ട് വാ, കഴിക്ക്. അങ്ങോട്ട്. എന്താ നീ കഴിക്കാത്തെ? കഴിക്ക്. ഈ പന്ന പൂച്ചയ്ക്ക് ഇത് എന്തിന്റെ പ്രശ്നം? അതുൽ, ഇവള് കഴിക്കുന്നേ ഇല്ല. അവളുടെ അച്ഛനെ വിളിക്ക്. അതുൽ എന്നോട് കള്ളമല്ലേ പറഞ്ഞത്? അവൻ എന്നോട് പറഞ്ഞു ഷാർപ്പ് 5 മണിക്ക് ഫുഡ് കൊടുത്തെന്ന്. സോറി, പറ ഇപ്പൊ എന്ത് ചെയ്യാനാ? യൂട്യൂബില് പഴയ ദൂരദർശൻ ന്യൂസ് വെക്കണം. എന്നിട്ട് ആ ഫുഡ് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. അവള് കഴിക്കും. എന്റെ മുത്തശ്ശി എങ്ങനെയായിരുന്നു എന്ന് എന്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ മുത്തശ്ശിയുടെ പേര് അവൾക്ക് ഇട്ടത്. ഗോദാക്ക. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, എല്ലാം ഓക്കെ ആവും. ബൈ. അവൻ എന്ത് പറഞ്ഞു?
ഇതെന്തൊക്കെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചയൊന്നും പെറ്റായിട്ട് വളർത്തേ ചെയ്യരുത്. കൂടാതെ അവളിപ്പോ പ്രഗ്നന്റും ആണ്. പരാഗനെ സമ്മതിക്കണം. നീ എപ്പം മുതൽ അവനെ പുകഴ്ത്താൻ തുടങ്ങിയത്? ഹേയ്, ഉത്തരവാദിത്തമുള്ള എല്ലാവരെയും ഞാൻ എപ്പോഴും പ്രശംസിക്കാറുണ്ട്. ഓക്കെ, ചിലരൊക്കെ ഉത്തരവാദിത്വം പറച്ചില്ല മാത്രമേ ഉള്ളൂ. അത് പ്രവൃത്തിയിൽ കാണിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉദാഹരണത്തിന് നൂപുരം നോക്കിയേ, 2 കുട്ടികളെ അവൾ നന്നായിട്ട് നോക്കുന്നത്. ഋഷിക്കാണെങ്കിൽ എപ്പോഴും ചിൽ മാത്രമേ ഉള്ളൂ. അച്ഛന്മാരെല്ലാവരും ഇങ്ങനെ തന്നെ, ഉത്തരവാദിത്തം ഉണ്ടാവില്ല. 9 മാസം ചുമന്ന് പ്രസവിച്ച് കഷ്ടപ്പെട്ട് അവരെ വളർത്തുന്നത് എല്ലാം തന്നെ അമ്മമാരല്ലേ ചെയ്യുന്നത്. പോരാത്തിന് നമ്മളെപ്പോലുള്ള മക്കളുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഷ്ടം തന്നെ, അധികം ജോലിയാ. അക്കാര്യത്തിൽ നിന്റെ അമ്മയെ സമ്മതിച്ചേ പറ്റൂ. 2 കുരുത്തം കെട്ട പെമ്പിള്ളേരെ വളർത്തിയിരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടാവും. മിണ്ടാതിരിക്കും. സിംഗിൾ മദർ ആയിരിക്കുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ട്. എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. ഏയ് നിക്ക്. ഇത് നോക്ക്. എന്റെ അമ്മ നിർബന്ധിച്ചെന്നെ എലക്യൂഷൻ മത്സരത്തിന് പങ്കെടുപ്പിച്ചപ്പോ എടുത്ത ഫോട്ടോയാ ഇത്. എനിക്കതിന് കൺസോലേഷൻ പ്രൈസും കിട്ടി. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്റെ അമ്മയെ നോക്ക്. പ്രൗഡ് മദർ. നിനക്ക് പൂച്ച ഉണ്ടായിരുന്നത് പറഞ്ഞില്ല? ആ അതെ അതെ, ഞാൻ പറയാൻ മറന്നുപോയി. എല്ലാ ദിവസവും ഒരു പൂച്ച എന്റെ വീട്ടിൽ വരുമായിരുന്നു. ഞാൻ അവളുടെ കൂടെയാ കളിച്ചിരുന്നത്. അവളുടെ പേര് ചബ്ബു ദബ്ബു അങ്ങനെ എന്തോ ആണ്. ഗോദു, എന്റെ ചബ്ബുവിനെ നോക്കി. അതുൽ, നമുക്ക് ഗോദാക്കയുടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്താലോ? ഏയ് വേണ്ട, അതൊന്നും വേണ്ട. പ്ലീസ് വേണ്ട, പ്ലീസ്. നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. कोणी मिचकवे डोळे निळे वळवळ शेपूट इवलेसे कान हे पेट्सचे जग आहे बहार या न्याऱ्या जगी शोधतो आम्ही गोंडस क्यूटसे पेट गुणवान ऐका देवनी नीट कान ऐशी आमुची गोष्ट छान मांडतो आम्ही पेट 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 पुराण मांडतो आम्ही पेट 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 पुराण सुटुक ऐट बाज मिशा इटुक मिटुक जादू आहे की आहे चिटुक आमच्यावर झालंय गजब पेटुक या न्याऱ्या जगी रमलो आम्ही झालोय पेट पेरंट बेफाम ऐका देवनी नीट कान ऐशी आमची गोष्ट छान मांडतो आम्ही पेट 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 पुराण मांडतो आम्ही पेट 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 पुराण कोणी करे म्याव कोणी भाव भाव कोणी मिचकवे डोळे निळे वळवळ शेपूट इवलेसे कान हे पेट्सचे जग आहे बहार या न्याऱ्या जगी शोधतो आम्ही गोंडस क्यूटसे पेट गुणवान ऐका देवनी
कान ऐशी आमुची गोष्ट छान मांडतो आम्ही पेट 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 पुराण मांडतो आम्ही पेट 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 पुराण